CBSE ബോർഡ് എക്സാമിന് വരുന്ന മറ്റൊരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി ടോപ്പിക്കിൽ നിന്ന് വന്നിരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്. There are 3 categories of students in a class of 60 students. Total 60 students ഉണ്ട്. Category A, very hard working student. Category B, regular but not so hard working. Category C, careless and irregular. It is known that 10 students of category A, 30 in category B, rest in category C. അതായത് 30 + 10 40, ബാക്കിയുള്ള 20 ആയിരിക്കും കാറ്റഗറി സിയിൽ വരുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് എ കാറ്റഗറി എ സ്റ്റുഡൻറ്റ് അണേബിൾ ടു ഗെറ്റ് ഗുഡ് മാർക്ക് ഇൻ ദ ഫൈനൽ എക്സാമിനേഷൻ. അണേബിൾ ഇസ് 0.002, കാരണം അയാൾ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ സാധ്യത കുറവാണ്. കാറ്റഗറി ബി റെഗുലർ ആണ്, 0.02. കാറ്റഗറി സിയിലേക്ക് വരുമ്പോൾ സാധ്യതകൾ വളരെ കൂടുതലാണ്, കാരണം അവർ കെയർലെസ് ആൻഡ് ഇറഗുലർ ആണ്. ആൻസർ ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ ദാറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് കാറ്റഗറി എയെ നമ്മൾ പ്രോബബിലിറ്റി സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ E1 എന്ന് പറഞ്ഞാൽ കാറ്റഗറി എ ചൂസ് ചെയ്യാം. E2 കാറ്റഗറി ബി ചൂസ് ചെയ്യാം. E3 കാറ്റഗറി സി ചൂസ് ചെയ്യാം. Then what is P of E1? P of E1 total 60 സ്റ്റുഡൻ്റ് ആണ്, കാറ്റഗറി എയിൽ വരുന്ന 10 സ്റ്റുഡൻ്റ് ആണ്. സോ 10/60. What is കാറ്റഗറി E2? ടോട്ടൽ വരുന്നത് 60 സ്റ്റുഡൻസ് ആണ്. കാറ്റഗറി E2 എന്ന് പറയുന്നത് കാറ്റഗറി ബി ആണ്, E2 വരുന്നത് 30 സ്റ്റുഡൻസ്. P of E3 എന്ന് പറയുന്നത് ടോട്ടൽ 60 സ്റ്റുഡൻസ് ആണ്, കാറ്റഗറി സിയിൽ വരുന്നത് ബാക്കിയുള്ള 20 ആണ്. 10 + 30 40, 40 + 20 60. ഇനി എ എന്ന് പറയുന്നത് അണേബിൾ ടു ഗെറ്റ് ഗുഡ് മാർക്ക്. സ്റ്റുഡൻറ്റ് അണേബിൾ ടു ഗെറ്റ് ഗുഡ് മാർക്ക്. That is taken as A. ഇനി ഓരോന്നായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഇതിൻ്റെ കാര്യങ്ങളുടെ പറയാം. അതിൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. കാറ്റഗറി എ അൺഎബിൾ ടു ഗെറ്റ് മീൻസ് P of A given E1. അതായത് കാറ്റഗറി എയിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്തു. E1 എന്ന് പറയുമ്പോൾ കാറ്റഗറി എയിൽ നിന്ന് എടുക്കുന്നു. അയാൾക്ക് നല്ല മാർക്ക് കിട്ടരുത്, അതിൻ്റെ പ്രോബബിലിറ്റിയാണ് 0.002. ക്ലിയർ? P of A given E2. A given E2 എന്ന് പറഞ്ഞാൽ E2 എന്ന് പറഞ്ഞാൽ കാറ്റഗറി ബി ഒരാളെ ചൂസ് ചെയ്തു. കാറ്റഗറി ബിയെ നമ്മൾ ചൂസ് ചെയ്തിട്ട് അയാൾക്ക് നല്ല മാർക്ക് കിട്ടരുത്, അതിൻ്റെ പ്രോബബിലിറ്റി 0.02. കാറ്റഗറി സിയിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യുന്നു, അയാൾക്ക് നല്ല മാർക്ക് കിട്ടരുത്, that become 0.2. A given E1, A given E2, A given E3. Come to first question. A student is selected at random. ഒരാളെ സെലക്ട് ചെയ്തു. One who could not get good mark, അയാൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടില്ല. P of ഒരാളെ സെലക്ട് ചെയ്തു, അയാൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടില്ല, അതവിടെ സംഭവിച്ചു. അൺഎബിൾ ടു ഗെറ്റ് ഗുഡ് മാർക്ക്, അതവിടെ സംഭവിച്ചു. എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ ബി അവിടെ സംഭവിച്ചു എങ്കിൽ എ കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ്. പ്രോബബിലിറ്റി എന്തിൻ്റെയാണ്? ദാറ്റ് സ്റ്റുഡൻറ്റ് ഫ്രം കാറ്റഗറി സി. കാറ്റഗറി സി എന്ന് പറഞ്ഞാൽ E3 ആണ്. ഐ റിപ്പീറ്റ്, ഒരാളെ ചൂസ് ചെയ്തു, അയാൾ ഫെയിലായി. ഫെയിലായി എന്നല്ല, അണേബിൾ ടു ഗെറ്റ് ഗുഡ് മാർക്ക്, നല്ല മാർക്ക് കിട്ടിയില്ല, അത് E3 ആവണം. ബേസ് തിയറം. E3യിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യുന്നു, ഇൻറ്റു അയാൾക്ക് നല്ല മാർക്ക് കിട്ടിയില്ല, by
all cases. P of E3 into A given E3, P of E1 into A given E1 plus P of E2 into A given E2, which is equal to P of E3 എന്ന് പറഞ്ഞാൽ 20/60, A given E3 എന്ന് പറഞ്ഞാൽ 0.2 all divided by 20/60 into 0.2 plus P of E1 എന്ന് പറഞ്ഞാൽ 10/60 into A given E1 എന്ന് പറഞ്ഞാൽ 0.002 plus P of E2 എന്ന് പറഞ്ഞാൽ 30/60, A given E2 എന്ന് പറഞ്ഞാൽ 0.02. Simplify this. 60 നമുക്ക് കംപ്ലീറ്റ് കട്ട് ചെയ്യാം. ന്യൂമറേറ്റർ വരുന്നത് 0.2 ഇൻറ്റു 10 വരുമ്പോൾ 2 വരും. 2 ഇൻറ്റു 2 4 കിട്ടും. ഇവിടെയും 4 കിട്ടും. പ്ലസ് 10 ഇൻറ്റു 0.02 എന്ന് പറഞ്ഞാൽ 0.02 വരും. 60 എല്ലായിടത്തും കട്ടായി പോയിട്ടോ. 10 ഇൻറ്റു 0.02 ഈസ് 0.2 ഇൻറ്റു 3 വരുമ്പോൾ 0.6. 4 ഡിവൈഡഡ് ബൈ 4.62. 400 divided by 462 divided by 2. 200 divided by 200 divided by 231 is the first question answer. 200 divided by 231. Okay. 200 divided by 231. Next question. That is first one. Come to second one. What is second one? Assume that student is selected at random was found to be one could not get good mark in the examination. നല്ല മാർക്ക് കിട്ടിയില്ല. അതാദ്യം സംഭവിച്ചു. Then find the probability that this student is either of category A or of category B. നല്ല മാർക്ക് കിട്ടിയില്ല. ഒന്നുകിൽ അയാൾ കാറ്റഗറി എയിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടിയില്ല കാറ്റഗറി ബിയിൽ നിന്നാവണം. സോറി, ബി ആണ്. അപ്പോൾ E2. ഐ റിപ്പീറ്റ്, ഒരു സ്റ്റുഡൻറ്റിനെ ചൂസ് ചെയ്തു, അൺഎബിൾ ടു ഗെറ്റ് ഗുഡ് മാർക്ക്. അതവിടെ സംഭവിച്ചു. അത് ഐദർ ഫ്രം കാറ്റഗറി എ, ദാറ്റ് ഈസ് E1, പ്ലസ് ഓർ ഫ്രം കാറ്റഗറി ബി. ഇത് ചെയ്തതുപോലെ തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ 1 മൈനസ് P ഓഫ് E3 given A ചെയ്യാം. അതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം ടോട്ടൽ പ്രോബബിലിറ്റി 1 വരുന്നു. ഇത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചതാണ്. അല്ലെങ്കിൽ E1 given A, E2 given A, ഇതേ കൺസെപ്റ്റ് ഇവിടെ കണ്ടുപിടിക്കണം. എന്തായാലും കുഴപ്പമില്ല. 1 മൈനസ് 200 by 231. Answer is 31 by 231. That's answer. 31 by 231 is answer. Come to third question. Third one.
തേർഡ് വൺ സ്പേസ് കുറവായതുകൊണ്ടോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. തേർഡ് വൺ find the probability that student is unable to get good mark in the examination. അപ്പോൾ P of A കണ്ടുപിടിക്കും. P of A unable to get good mark in the examination. P of A കണ്ടുപിടിക്കും. ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. ഇതിൻ്റെ ഡിനോമിനേറ്റർ വരുന്നു എന്ത് വരും? ആദ്യം E1 ചൂസ് ചെയ്യുന്നു, അയാൾക്ക് നല്ല മാർക്ക് കിട്ടിയില്ല, പ്ലസ് E2 ചൂസ് ചെയ്യുന്നു, അയാൾക്ക് നല്ല മാർക്ക് കിട്ടിയില്ല, നോട്ട് ഗെറ്റിംഗ് ഗുഡ് മാർക്ക്, പ്ലസ് E3 ചൂസ് ചെയ്യുന്നു, അയാൾക്ക് നല്ല മാർക്ക് കിട്ടിയില്ല. അതല്ല വരിക. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് സ്റ്റുഡൻറ് ഈസ് അൺഎബിൾ ടു ഗെറ്റ് ഗുഡ് മാർക്ക്. ആരാണെന്നോ എന്താണെന്നോ പറയുന്നില്ല. സ്റ്റുഡൻറ് ഈസ് അൺഎബിൾ ടു ഗെറ്റ് ഗുഡ് മാർക്ക്. കാറ്റഗറി എ ചൂസ് ചെയ്തു, ഗുഡ് മാർക്ക് കിട്ടിയില്ല, പ്ലസ് കാറ്റഗറി ബി ചൂസ് ചെയ്തു, ഗുഡ് മാർക്ക് കിട്ടിയില്ല, പ്ലസ് കാറ്റഗറി സി ചൂസ് ചെയ്തു, അൺഎബിൾ ടു ഗെറ്റ് ഗുഡ് മാർക്ക്, വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ എല്ലാ വാല്യൂ കൊടുത്താൽ മതി. 10/60 ഇൻറ്റു 0.002 പ്ലസ് 30/60 ഇൻറ്റു 0.02 പ്ലസ് 20/60 ഇൻറ്റു 0.2. സിംപ്ലിഫൈ ചെയ്യുക, ആൻസറിലേക്ക് എത്താം. കം ടു ഫോർത്ത് വൺ. Come to fourth question. See the fourth one. Student is selected at random, was found to be one who could not get good mark in the examination. ഒരാളെ ചൂസ് ചെയ്തു, അയാൾക്ക് ഗുഡ് മാർക്ക് കിട്ടിയില്ല, അതവിടെ സംഭവിച്ചു. പ്രോബബിലിറ്റി അതിൻ്റെ അല്ല. എ ഗിവൺ ബി എന്ന് പറയുമ്പോൾ എയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് ബി ഹാസ് ഹാപ്പൻഡ്. Then find the probability that the student is of category A. E1 given A. Same pattern. First question അതേ പാറ്റേണിൽ ചെയ്യാം. P of E1 into A given E1 by P of E1 into A given E1 plus E2 into A given E2 plus E3 into A given E3 വാല്യൂ കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. സെയിം ആസ് ഫസ്റ്റ്. ചെറിയൊരു ചേഞ്ച് E1 given A എന്ന് വന്നു എന്ന് മാത്രം. കം ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റുഡൻറ് ഈസ് സെലക്ടഡ് അറ്റ് റാൻഡം, വാസ് ഫൗണ്ട് ടു ബി വൺ ഹൂ കുഡ് നോട്ട് ഗെറ്റ് ഗുഡ് മാർക്ക് ഇൻ ദ എക്സാമിനേഷൻ. ഒരാളെ ചൂസ് ചെയ്തു, അയാൾക്ക് നല്ല മാർക്ക് കിട്ടിയില്ല, അത്രയും ഓക്കെ. എന്തിൻ്റെയാണ് പ്രോബബിലിറ്റി? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദിസ് സ്റ്റുഡൻറ് ഈസ് നോട്ട് കാറ്റഗറി എ. കാറ്റഗറി എ വരരുത്. ദാറ്റ് മീൻസ് E1 കോംപ്ലിമെൻറ്റ്. കാറ്റഗറി എയിൽ നിന്ന് ചൂസ് ചെയ്യുന്നതാണ് E1. കാറ്റഗറി എ വരരുത്. സോ ഇറ്റ് ഈസ് E1 കോംപ്ലിമെൻറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? 1 മൈനസ് P ഓഫ് E1 given A. 1 മൈനസ് P ഓഫ് E1 given A. അപ്പോൾ ഫോർത്തിൽ നിന്ന് നിങ്ങൾക്ക് E1 given എയുടെ വാല്യൂ കിട്ടും. 1 മൈനസ് ചെയ്താൽ മതി. P ഓഫ് പ്രോബബിലിറ്റിയിൽ NCERT പഠിക്കുന്ന റിസൾട്ടാണ്. P ഓഫ് E കോംപ്ലിമെൻറ്റ് given F is equal to 1 minus P of E given F. അപ്പോൾ ഫോർത്തിൽ നിന്ന് കിട്ടുന്ന ആൻസർ എന്താണോ 1 മൈനസ് അത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും. പ്രോബബിലിറ്റി ബേസ് തിയറവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ടഫ് എന്ന് പറയാനൊന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. തരുന്ന ഇൻഫർമേഷനിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതുന്നു, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. ഓക്കെ, താങ്ക് യു.